റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസിൽ അന്വേഷണം അർജുൻ ആയങ്കിയിലേക്കും. സ്വർണം കവരാൻ കണ്ണൂരിൽ നിന്ന് സംഘം എത്തിയത് അർജുന്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. അർജുൻ ആയങ്കിയുടെ കൂട്ടാളികൾ സ്വർണം പൊട്ടിക്കൽ കേസിൽ ഉൾപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. വിദേശത്തു നിന്നും സ്വർണം കടത്തിയത് AR നഗർ സ്വദേശിക്ക് വേണ്ടിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, ആയങ്കിക്ക് ഇതിൽ എന്ത് ബന്ധം? മധു, ആയങ്കിയുടെ ബന്ധം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഈ കരിപ്പൂർ വിമാനത്താവളം പരിസരത്ത് നിന്ന് പിടിയിലായ 13 അംഗ സംഘത്തിൽ 9 പേരും കണ്ണൂർ സ്വദേശികളായിരുന്നു. ഇത് അർജുൻ ആയങ്കിയുടെ സംഘമാണെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ സ്വർണം കൊണ്ടുവന്നത് മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സൽമാൻ സാലിഹ് ആയിരുന്നു. 26 വയസ്സുള്ള യുവാവ് സ്വർണം കൊണ്ടുവരുന്ന ഘട്ടത്തിൽ തന്നെ യഥാർത്ഥ ഉടമയ്ക്ക് അത് കൈമാറാതെ അർജുൻ ആയങ്കിയുടെ സംഘത്തിന് കൈമാറുകയാണെങ്കിൽ 40 ലക്ഷം രൂപയായിരുന്നു അർജുൻ ആയങ്കിയുടെ കൂട്ടാളിയായിട്ടുള്ള ആഫീഷ്യത്ത് ഈ യുവാവിന് വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ ഈ സംഘത്തിന് കൈമാറാതെ ഈ സുഹൃത്തുക്കളോടൊപ്പം യുവാവ് ഈ സ്വർണം പങ്കിട്ടെടുക്കുകയായിരുന്നു. ആഭ്യന്തര വിപണിയിൽ 2 കോടി രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന സ്വർണ്ണമാണിത്. സ്വാഭാവികമായിട്ടും സ്വർണം പൊട്ടിക്കൽ സംഘം അർജുൻ ആയങ്കിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ കാലമായി കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ ഇതിൽ ചെറിയ ഒരു അറുതി വന്നിരുന്നെങ്കിലും വീണ്ടും ഇവർ സജീവമാകുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുൻ ആയങ്കിയിലേക്ക് എങ്ങനെയാണ് ഈ പ്രതികളുടെ ബന്ധം എത്തിയത് എന്നുള്ളത് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിലവിൽ കസ്റ്റഡിയിലുള്ള നിലവിൽ റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും, വിശദമായിട്ട് ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 40 ലക്ഷം രൂപയാണ് ഈ സ്വർണം പൊട്ടിച്ചെടുക്കുന്നതിന് വേണ്ടി അർജുൻ ആയങ്കിയുടെ കൂട്ടാളിയായിട്ടുള്ള അഭിജിത്ത് മുഹമ്മദ് സൽമാൻ സാലിഹിനോട് പറഞ്ഞിരുന്നത്. പക്ഷേ മലപ്പുറം നിലമ്പൂർ സ്വദേശിയായുള്ള ഷബി, അതോടൊപ്പം തന്നെ സലി, പരപ്പനങ്ങാടി സ്വദേശിയായുള്ള സാദിഖ് എന്നിവരോടൊപ്പം എറണാകുളത്തേക്ക് പോയി അവിടെ വെച്ച് 2 കോടി രൂപയ്ക്ക് മൂല്യം വരുന്ന ഈ സ്വർണം ഇവർ പരസ്പരം പങ്കിട്ടെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരവും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്, അതായത് മലപ്പുറം AR നഗർ സ്വദേശിയായിട്ടുള്ള അമീർ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് ഈ സ്വർണം കൊണ്ടുവന്നത്. അമീറിന് തന്നെ നൽകാതെ മുഹമ്മദ് സൽമാൻ ഇത് എറണാകുളത്ത് കൊണ്ടുപോയി വീതിച്ചെടുത്തു എന്ന മൊഴി ഇയാൾ തന്നെ പോലീസിന് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇയാളുടെ കൂടെ സ്വർണം കടത്തുന്നതിന് വേണ്ടി കാരിയറായി പ്രവർത്തിച്ച സുബൈർ എന്ന് പറയുന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തുന്നു. അയാളുടെ അറസ്റ്റും ഈ ഒരു ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് കരിപ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി തവണ ഇതിന്റെ ഓരോ കണ്ണികളും മറക്കുന്ന രീതിയിലുള്ള നടപടികളുമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ കൃത്യമായുള്ള നിരീക്ഷണം ഈ ഒരു വിഷയത്തിൽ ഉണ്ട്. വരും ദിവസങ്ങളിലും അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ അർജുൻ ആയങ്കിയിലേക്ക് പോലീസ് എത്തുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. മാധു, മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. അർജുൻ ആയങ്കിയുടെ സുഹൃത്തുക്കളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിലുള്ള വിവരം. അതുകൊണ്ട് തന്നെ ആയങ്കിയിലേക്കും അന്വേഷണം പോകുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആയങ്കി ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. ഈ കാര്യത്തിൽ തനിക്കൊരു ബന്ധവുമില്ല, തന്നെ സ്ഥിരം കുറ്റവാളിയാക്കാനുള്ള നീക്കമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആയങ്കി പറയുന്നത്. പക്ഷേ ആയങ്കിയിലേക്ക് തന്നെയാണ് അന്വേഷണം എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ മുന്നോട്ട് പോക്കിൽ വ്യക്തമാവുക.